പൂർണ്ണ ഹൃദയത്തോടെ. ഇതാണ് നമ്മളിപ്പോൾ 3-ാം ദിന ചിന്ത. 3-ാം ദിവസത്തിലേക്ക് ആ ചിന്ത നമ്മെ കൊണ്ടുപോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ. ഈ ക്രിക്കറ്റ് കളി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് വലിയ പരിചയമില്ല. ഫുട്ബോൾ കളി എനിക്ക് പരിചയമുണ്ട്, കുറച്ച്. കളിച്ചിട്ടില്ല. നാടൻ പന്ത് കളിയാണ് ഞാൻ കളിക്കാം, ഇപ്പോഴും റെഡിയാണ്. ഇതിനകത്തല്ല ഒരു കാര്യം ഉറപ്പാണ്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ നാളെ അങ്ങ് മരിച്ചാലും കുഴപ്പമില്ല, കളിക്കിടെ മരിച്ചാലും കുഴപ്പമില്ല. ഒരൽപ്പം പോലും നാളേക്ക് വെക്കാതെയാണ് ഇവരൊക്കെ കളിച്ചത്. അതുകൊണ്ടാണ് അവർ ജയിച്ചത്. ഇതിൽ തന്നെ കമ്മീഷൻ മേടിച്ചിട്ട് സ്വന്തം ടീമിനെ തോപ്പിച്ചവരുണ്ടെന്ന് വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അവിടെ അവര് പൂർണ്ണ എന്ന സാധനം വിട്ടുകളഞ്ഞു. ശ്രദ്ധിക്കുക, പൂർണ്ണ ഹൃദയം. അതുകൊണ്ടാണ് 100 കോടിയോ അങ്ങനെയൊക്കെ വായിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും. പക്ഷെ ആശയം ഇത്രയേ ഉള്ളൂ. അതെല്ലാം ഒത്തിരി വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% വിജയമാണ്. ചിലപ്പോൾ ഇച്ചിരി 1-2 പ്രാവശ്യം പരാജയപ്പെടുമായിരിക്കും. പൊളിറ്റീഷ്യൻസിന്റെ കാര്യം അതൊക്കെ തന്നെയാണ്. പൊളിറ്റീഷ്യൻസിൽ എനിക്ക് ചിലരോട് ഇഷ്ടമുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് രാഷ്ട്രീയം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് പറയുന്നില്ല. നമുക്കറിയാം, വ്യാജം പറയുന്നതും ക്യാമറയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നതും അഭിനയിക്കുന്നതും ഒക്കെ കണ്ടാലറിയാം. ഹൃദയത്തിൽ നിന്ന് പറയുന്നത് കേട്ടാലറിയാം. ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് വിജയിക്കും, അല്ലേ? ഇന്ന് നമ്മൾ എന്താ ധ്യാനിക്കുന്നേ? ഇന്ന് ധ്യാനിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതിൽ 5-ാം വാക്യം മാത്രം വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ വേറെ വല്ലവരെയും പോയി സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വഴിക്ക് നീ വരണ്ടെന്ന്. നിനക്ക് വേണേ വല്ല ദാനങ്ങളൊക്കെ ചോദിച്ചാൽ തന്നേക്കാം. ഉത്തരവാദിത്തോടുകൂടെ പറയുന്നു, ഇതാണ് ദൈവസേവ. ദൈവാനുഗ്രഹത്തിന്റെ റൂട്ട് ഇതാണ്. ഇതാണ് സ്വർഗത്തിന്റെ കവാടം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.